നമസ്കാരം. നമ്മളെല്ലാം ഭഗവാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് എത്ര പേർക്ക് ഭഗവാൻ നരസിംഹാവതാരം സ്വീകരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അറിയാം? കൃതായുഗത്തിൽ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഇതിൽ ഹിരണ്യാക്ഷനെ വരാഹാവതാരം എടുത്ത ഭഗവാൻ മഹാവിഷ്ണു വധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ പക തോന്നിയ ഹിരണ്യകശിപു അതികഠിനമായ തപസ് ചെയ്യുകയാണ്, ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ ഹിരണ്യകശിപു ആ സമയത്ത് അമരത്വം, അതായത് ഒരിക്കലും മരിക്കാൻ പറ്റാത്ത അമരത്വം, അത് വരമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അത് സാധ്യമല്ല, അതൊരിക്കലും നൽകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹിരണ്യകശിപു മറ്റ് നിബന്ധനകൾ വരമായിട്ട് ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്. അതായത്, ഞാൻ ഒരിക്കലും വീടിനകത്തോ പുറത്തോ കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ വധിക്കപ്പെടാനായിട്ട് പാടില്ല. അതുമാത്രമല്ല, പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ ഒന്നും എന്നെ വധിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ബ്രഹ്മദേവന് മുമ്പിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹിരണ്യകശിപു ഉദ്ദേശിക്കുന്നത് വെച്ചാൽ താൻ ഒരിക്കലും വധിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ നിബന്ധനകളെല്ലാം ബ്രഹ്മദേവൻ അംഗീകരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമെന്ന് ബ്രഹ്മദേവൻ അവന് വരമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് തനിക്ക് മരണമില്ല എന്ന് മനസ്സിലാക്കി എന്ന് സ്വയം ധരിച്ച ഹിരണ്യകശിപു ത്രിലോകങ്ങളും ആക്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അടക്കി വാടുന്നതാണ് പിന്നെ കണ്ടത്. അപ്പോൾ ഈ ഹിരണ്യകശിപു ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതു അതീവ സുന്ദരിയായിരുന്നു, അവർ ഗർഭിണിയായിരുന്നു. അപ്പോൾ കയാതുവിൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച ദേവേന്ദ്രൻ അവളെ തടവിലാക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നാരദ മഹർഷി ദേവേന്ദ്രനിൽ നിന്നും കയാതുവിനെ മോചിപ്പിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് വിഷ്ണു കഥകൾ കയാതുവിന് മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണു കഥകളെല്ലാം കേട്ട് കയാതു ഇരിക്കുകയാണ്. കയാതു ആശ്രമത്തിൽ വെച്ച് തന്നെ പ്രഹ്ലാദന് തൻ്റെ മകന് ജന്മം കൊടുക്കുകയാണ്. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ കഥകളും മറ്റുമൊക്കെ കേട്ട് വളർന്ന പ്രഹ്ലാദൻ വലിയൊരു വിഷ്ണു ഭക്തനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതേ സമയം തൻ്റെ രാജ്യത്ത് ഹിരണ്യകശിപു അടക്കി വാഴുകയാണ്. കാരണം തനിക്ക് വരമെല്ലാം ലഭിച്ചല്ലോ, അപ്പോൾ ഇനി ആരെയും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നരഹത്യകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ഹിരണ്യകശിപു. ഇപ്പോൾ ഹിരണ്യകശിപു തൻ്റെ രാജ്യത്ത് പരിപൂർണമായിട്ട് വിഷ്ണു ആരാധന നിരോധിക്കുകയും താനിപ്പോൾ ഒരു ദൈവത്തെ പോലെയാണ്, തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു നിബന്ധന കൊണ്ടുവരാണ്. അപ്പോൾ തൻ്റെ ശത്രുവിനെ തൻ്റെ മകൻ പൂജിക്കുന്നതും ഭജിക്കുന്നതൊക്കെയാണ് പിന്നീട് ഹിരണ്യകശിപു കാണുന്നത്. പ്രഹ്ലാദൻ ഗുരുകുലത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രഹ്ലാദൻ അവിടെയുള്ളവരെല്ലാം വിഷ്ണു ഭക്തരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം വിഷ്ണു കീർത്തനങ്ങളും വിഷ്ണു നാമങ്ങളൊക്കെ പ്രഹ്ലാദൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കലി തോന്നിയ ഈ ഹിരണ്യകശിപു തൻ്റെ സ്വന്തം മകനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. കൊക്കയിൽ നിന്ന് വലിച്ചെറിയുകയും കടലിലേക്ക് എറിഞ്ഞും ഒക്കെ കൊല്ലാൻ നോക്കുകയാണ്. പാമ്പ് തിന്നാൻ കൊടുത്തും അങ്ങനെ ഒരുപാട് തരത്തിൽ വധശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നെല്ലാം ഈ പ്രഹ്ലാദൻ വിഷ്ണു ഭഗവാൻ അവനെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഇങ്ങനെ പ്രഹ്ലാദൻ വിഷ്ണു നാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് പറയാണ്, എവിടെ നിന്റെ ഭഗവാൻ? അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അട്ടഹസിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എങ്കിൽ ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ തൂണ് ഗത കൊണ്ട് അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഭീകരമായൊരു രൂപം പുറത്തു വരികയാണ്. അതാണ് നരസിംഹാവതാരം. അത് വളരെ ഭീഷണമായ രൂപമായിരുന്നു. അതായത് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ രൂപമുള്ള അതിഭയങ്കരമായ രൂപമായിരുന്നു അത്. അപ്പോൾ അത് കണ്ടതും എല്ലാവരും പേടിച്ചു. ഹിരണ്യകശിപുവിന് നേരെ വന്ന ആ നരസിംഹാവതാരം അയാളെ എടുത്തുകൊണ്ട് പോയി ഉമ്മറപ്പടിയിൽ വെച്ച് കീറി പിളർന്ന് കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ്ടതിൽ മനുഷ്യനോ മൃഗമോ ഒന്നും തന്നെ കൊല്ലാൻ പാടില്ലെന്നാണ് ഹിരണ്യകശിപു വരമായിട്ട് ചോദിച്ചത്. വീടിനകത്തോ പുറത്തോ ഒന്നും താൻ വധിക്കപ്പെടാൻ പാടില്ല. ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഹിരണ്യകശിപു കൊല്ലപ്പെടുന്നത്. മനുഷ്യനോ മൃഗമോ അല്ല. നരസിംഹാവതാരം നമുക്കറിയാം, സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമുള്ള നരസിംഹാവതാരമാണ് ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അങ്ങനെ അയാൾ മുന്നോട്ട് വെച്ച മറ്റെല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഹിരണ്യകശിപു വധിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഹിരണ്യകശിപുവിനെ കൊന്നിട്ടും വധിച്ചിട്ടും ആ രോഷമടങ്ങാത്ത തീവ്രമായ ഒരു സ്വരൂപമായിരുന്നു ഭഗവാന്റെ നരസിംഹാവതാരം. അപ്പോൾ അത് അതിതീവ്രമായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ അതിനെ ശാന്തമാക്കാനായിട്ട് പ്രഹ്ലാദൻ ഒരുപാട് വിഷ്ണു ഭക്തി ഗാനങ്ങളും മറ്റുമൊക്കെ ആലപിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ശാന്ത സ്വരൂപനായിട്ട് തൻ്റെ രൂപത്തിലേക്ക് വിഷ്ണു ഭഗവാൻ വരികയാണ്. അങ്ങനെ തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നരസിംഹാവതാരം എടുത്തത്. ഇങ്ങനെ ഓരോ തരത്തിലും നമ്മുടെ ഭക്തരുടെ എല്ലാം രക്ഷയ്ക്കായിട്ട് ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ തുടർന്നും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.